പ്രൈസ് ദി ലോർഡ്. ലെനോറ ചാനലിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ചിന്താശേഷിയെ ഉണർത്തുന്ന തികച്ചും സാങ്കല്പികവും ചിന്തനീയവുമായ ഒരു ബൈബിൾ ക്യൂസാണ് ഇത്. നൂതന ഉപകരണങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഉള്ള ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വേദപുസ്തക കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ ആർക്കൊക്കെ പ്രയോജനപ്പെടും എന്നടിസ്ഥാനമാക്കിയുള്ള തികച്ചും സാങ്കല്പികവും ചിന്തനീയവുമായ ഒരു ബൈബിൾ ക്യൂസാണ് ഇത്. നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ആധുനിക ഉപകരണങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അവ വേദപുസ്തക കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് വേദപുസ്തക കഥാപാത്രത്തിനായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നത് എന്ന് കണ്ടെത്തണം. ആദ്യ ചോദ്യം ശ്രദ്ധിക്കാം. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കളകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണങ്ങളാണ് പ്രഷർ കുക്കർ, മിക്സി, ഗ്രൈൻഡർ മുതലായ അടുക്കള ഉപകരണങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ നാം നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ, മിക്സി മുതലായ അടുക്കള ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഉപകരണങ്ങൾ ഏത് വേദപുസ്തക കഥാപാത്രത്തിന് ആകുമായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നത്? ചോദ്യം ആവർത്തിക്കുന്നു. പ്രഷർ കുക്കർ, മിക്സി മുതലായ അടുക്കള ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ വേദപുസ്തക കഥാപാത്രങ്ങൾക്ക് ആയിരുന്നു കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നത്? പേരുകൾ പറയുന്നതിനോടൊപ്പം ഏത് സാഹചര്യത്തിലാണ് ഈ ഉപകരണങ്ങൾ അവർക്ക് സഹായകരമാകുമായിരുന്നത് എന്നുകൂടെ വ്യക്തമാക്കുക. ഉത്തരം ശ്രദ്ധിക്കാം. ബൈബിൾ കാലഘട്ടത്തിൽ പ്രഷർ കുക്കർ, മിക്സി മുതലായ അടുക്കള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയുടെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി മാർത്തയാണ്. യേശുവിനെയും ശിഷ്യരെയും ഭവനത്തിലേക്ക് ക്ഷണിച്ചതിനു ശേഷം അവരെ പരിചരിക്കാൻ വേണ്ടി വളരെ പരിശ്രമിക്കുന്ന മാർത്തയെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. തന്റെ സഹോദരി മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നതിനാൽ മാർത്ത തന്നെയാണ് മറ്റു പണികളെല്ലാം ചെയ്തത് എന്ന് ഈ വാക്യങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കർ, മിക്സി മുതലായ ആധുനിക അടുക്കള ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും മാർത്തയ്ക്ക് വളരെ ഉപകാരപ്പെടുമായിരുന്നു. വീട്ടുകാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനും മറിയെപ്പോലെ യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കാനും മാർത്തയ്ക്കും സാധിച്ചേക്കുമായിരുന്നു. മാർത്തയെ കൂടാതെ മറ്റു പല കഥാപാത്രങ്ങൾക്കും ആധുനിക അടുക്കള ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വളരെ ഉപകാരപ്പെടുമായിരുന്നു. ഉദാഹരണത്തിന്, അപ്പന്റെ അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കാനായി യാക്കോബിന് ഉപായം പറഞ്ഞു കൊടുക്കുകയും ഇറച്ചി പാകം ചെയ്ത് കൊടുത്ത റിബേക്കയ്ക്കും അപ്പന്റെ അനുഗ്രഹം മേടിക്കാൻ വേട്ടിയിറച്ചി പാകം ചെയ്ത മൂത്തവനായ ഏശാവിനും ആധുനിക വീട്ടുപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ ഉപകാരപ്പെടുമായിരുന്നു. ഇവിടെ പറഞ്ഞ വ്യക്തികളെ കൂടാതെ നിങ്ങളുടെ മനസ്സിൽ വേറെയും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാകാം. അവരുടെ പേരുകളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഈ കാലഘട്ടത്തിൽ ചരക്കുകളുടെ ഗതാഗതത്തിനായി കൂടുതലായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ടെമ്പോ, മിനി ലോറി, ആപ്പെ മുതലായ കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിൾസ്. ടെമ്പോ, മിനി ലോറി, ആപ്പെ മുതലായ കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിൾസ് വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാഹനങ്ങൾ ഏത് വേദപുസ്തക കഥാപാത്രങ്ങൾക്ക് ആകുമായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുക. ഉത്തരം ശ്രദ്ധിക്കാം. ടെമ്പോ, മിനി ലോറി, ആപ്പെ മുതലായ കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിൾസ് വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യത ഉള്ള വ്യക്തികൾ പൗലോസും അക്വിലാസും പ്രിസ്കില്ലയുമാണ്. ഇവരുടെ തൊഴിൽ കൂടാരപ്പണി ആയിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നു. കൂടാരപ്പണിക്കുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഈ വാഹനങ്ങൾ കൂടുതൽ പ്രയോജനം ചെയ്യുമായിരുന്നു. ഇവരെ കൂടാതെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുമായിരുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുമായിരുന്ന മറ്റു പല കഥാപാത്രങ്ങളും വേദപുസ്തകത്തിൽ ഉണ്ട്. ഉദാഹരണത്തിന് പെട്ടകം പണിയുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ
നോഹയ്ക്ക് ഈ വാഹനങ്ങൾ വളരെ ഉപകാരപ്പെട്ടേനെ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന യേശുവിന്റെ ശിഷ്യന്മാർക്കും ഈ വാഹനങ്ങൾ വളരെ പ്രയോജനപ്പെടുമായിരുന്നു. ഇവിടെ പറഞ്ഞ വ്യക്തികളെ കൂടാതെ നിങ്ങളുടെ മനസ്സിൽ വേറെയും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാകാം. അവരുടെ പേരുകളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്ത ചോദ്യം. അടുത്തത് തയ്യൽ മെഷീനാണ്. തയ്യൽ മെഷീൻ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കാകുമായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നത്? അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വേദപുസ്തക കഥാപാത്രം ആരാണ്? ഉത്തരം ശ്രദ്ധിക്കാം. ബൈബിൾ കാലഘട്ടങ്ങളിൽ തയ്യൽ മെഷീനുകൾ ലഭ്യമായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാമായിരുന്ന ബൈബിളിലെ ഒരു വ്യക്തി തബീതയാണ്. തബീത ഒരു തയ്യൽക്കാരിയായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 39-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. വേദപുസ്തക കാലഘട്ടത്തിൽ ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ തബീതയ്ക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു. തബീതയെ കൂടാതെ മറ്റ് പല കഥാപാത്രങ്ങളും നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അവരുടെ പേരുകളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വേദപുസ്തക കാലത്ത് എന്ന ഈ വ്യത്യസ്ത പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വ്യത്യസ്തമായ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളുമായി ഉടൻ കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾക്കായി ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി നമുക്ക് വീണ്ടും കാണാം. May God bless you.